മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് എല്ലാ വിഷയത്തിലും നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ മാതൃക സ്വീകരിക്കേണ്ടത്. നമ്മുടെ കുടുംബജീവിതം പരാജയപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ലക്ഷ്യം മറക്കുന്നു എന്നതാണ്. ഒരിക്കൽ പുണ്യനബിയുടെ മടിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിൻ്റെ മടിയിൽ നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. കുറേ സമയം കിടന്നപ്പോൾ അറിയാതെ തങ്ങൾ ഉറങ്ങി. നബി തങ്ങൾ ഉറങ്ങിയപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ അല്പസമയം മുഖത്തേക്ക് നോക്കിയിരുന്ന് അവസാനം കരഞ്ഞു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോൾ ആരംഭ റസൂലിൻ്റെ പൂമുഖത്തേക്ക് രണ്ടിറ്റ് കണ്ണുനീരറ്റി വീണു. നബി തങ്ങൾ ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിച്ചു, യാ ആയിഷു, ഏ ആയിഷ, അഹസൻത, നിനക്ക് ദുഃഖമായോ? യാ ആയിഷു, ഏ ആയിഷ, നിനക്ക് വിഷമായോ ഞാൻ ഉറങ്ങിയത്? നീ കുറേ സമയം സംസാരിക്കണമെന്ന് കരുതിയിരുന്നു, അത് നടക്കാതെ പോയി, വിഷമിച്ചോ? എന്തേ കരഞ്ഞത്? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ദുനിയാവിൽ എനിക്ക് മടിയിൽ കിടത്താൻ നിങ്ങളെ ലഭിക്കും. നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നാൽ എനിക്കിങ്ങനെ മടിയിൽ കിടത്തി ഉറക്കാൻ നിങ്ങളെ ലഭിക്കുമോ നബിയേ? അതാലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. ഞാനിത് പറയാൻ കാരണം, ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും കല്യാണം കഴിച്ച് ഭാര്യയുള്ളവരാണ്. താഴെ ഒരുപാട് സ്ത്രീകളുണ്ട്. കുറച്ച് സ്ത്രീകളെ ഞാൻ വരുമ്പോൾ കണ്ടു, പിന്നെയും കുറേ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. ഇപ്പോഴും ചില സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങൾ വാപ്പോടെ ഇരുന്നിട്ട് താഴേക്ക് കണക്ഷൻ കൊടുത്തപ്പോൾ പെണ്ണുങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് എല്ലാവരും മിക്കവാറും ഒരു 80% കല്യാണം കഴിച്ചവരായിരിക്കും. ഇതെന്തിനുള്ളതാണെന്ന് നമ്മളിതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്തിനാണ് ഇപ്പോൾ ഈ കല്യാണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം പരിചയപ്പെടുത്തിയപ്പോൾ സ്വർഗം ആദ്യം മുതൽ അവസാനം വരെ ഒറ്റവാക്കിൽ പറഞ്ഞത് സൂറത്ത് യാസീനിലാണ്. ആദ്യം മുതൽ അവസാനം വരെ ഒന്നിച്ചു പറഞ്ഞു. അത് സൂറത്ത് യാസീനില്ല. യാസീൻ എല്ലാവർക്കും അറിയണതാണല്ലോ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗാണ്. ഹും അവർ, വഅസ്വാജുഹും അവരുടെ ഇണകളും ഭാര്യമാരെ, ഫീ ളിലാലിൻ മരത്തിൻ്റെ ചോട്ടിലെ, അലൽ അറായിക്കി കട്ടിലിന്മേൽ, മുത്തഖിഊന ചാരിയിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട്, ഫീഹ അതിൽ, ഫാകിഹത്തുൻ പഴങ്ങളുണ്ട്, വലഹും മാ യദ്ദഊൻ അവർ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും മുഴുവൻ അവർക്ക് ലഭിക്കുന്നതാണ്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. റബ്ബുർ റഹീമായ അല്ലാഹുവിങ്കൽ നിന്ന് സലാം എന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സ്വർഗം മുഴുവനായിട്ട് പറഞ്ഞു. ഹും അവർ, വ അസ്വാജുഹും അവരുടെ ഇണകളും. നമ്മൾ നല്ല ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി പോവുക പാർക്കിൽക്കാണ്. സാധാരണ എവിടേക്കോ ഒന്ന് പോവുക, ഒന്ന് ഊട്ടി പോവുക, കൊടൈക്കനാൽ പോവുക, എവിടേക്ക അതൊക്കെ കുറച്ച് കോട്ടക്കുന്ന് പോവുക. ഇങ്ങനെ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്, സാധാരണ പോവൽ അങ്ങോട്ടാണ്, പാർക്കിൽക്കാണ് പോവുക. പാർക്ക് പോയവരുണ്ടാവില്ല ഇപ്പോൾ ഈ കൂട്ടത്തിൽ. ഏതായാലും എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടാവും. പാർക്ക് ചെന്നാലേ കുറേ മരങ്ങളുണ്ടാവും.
മരത്തിൻ്റെ ചോട്ടിൽ ചാരിയിരിക്കുന്ന കട്ടില്, സിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ നല്ല ചാരിയിരിക്കാൻ പറ്റിയ പെയിൻ്റൊക്കെ ചെയ്ത ഷാർ കട്ടില്. അയിമേ ഒരാണും ഒരു പെണ്ണും ഒരാണൊരു പെണ്ണും ഒരാണൊരു പെണ്ണും ഒരാണൊരു പെണ്ണും അങ്ങനെ ജോഡികൾ. ചിലപ്പോൾ സ്വന്തമായിരിക്കും അല്ലെങ്കിൽ വാടക കൊടുന്നായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെയാണ് കാണുക. സ്വന്തമാണോ വാടക കൊടുന്നതെന്ന് ഓരോട് ചോദിക്കണ്ടേ, നമുക്കറിയില്ലല്ലോ. സംഗതി ഒരാണൊരു പെണ്ണും ഒരാണൊരു പെണ്ണും ഒരാണ് പെണ്ണും അങ്ങനെ കാണുക. കയ്യിൽ ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് വരും. കടല വേണ്ടവർക്ക് അത്, ഒരു ചിക്കൻ്റെ പീസ് കിട്ടിയാൽ തിരക്കടില്ലെങ്കിൽ അത് കിട്ടും. ഇങ്ങനെ ഓർഡറിനനുസരിച്ചാണ്. പിന്നെ ആദ്യത്തെ ഐസ്ക്രീമാണ്, ഫസ്റ്റ് ചെന്നേക്കിന് ഐസ്ക്രീമാണ്. ഇങ്ങനെയാണ് പാർക്ക്. അത് അതേമാതിരിയാണ് ഖുർആൻ സ്വർഗം പറഞ്ഞത്. എന്തൊക്കെ ഇപ്പം ഉള്ളതൊന്നുകൂടിയും പറയട്ടോ. 1 മരത്തിൻ്റെ ചൂട് നിഴല്, 2 ചാരിയിരിക്കുന്ന കട്ടില്, 3 ഇണകൾ, 4 ഐസ്ക്രീം, 5 ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ആയത്ത് നോക്കാം. ഹും വ അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, ഫീ ദിലാലിൻ, മരത്തിൻ്റെ ചോട്ടില്, അലൽ അറായികി മുത്തഖിയൂൻ, കട്ടിലുമ്മ ചാരിയിരിക്കുകയാണ്. ലഹും, അവർക്കുണ്ട്, ഫീഹാ അതിൽ, ഫാക്കിഹത്തുൻ, ഐസ്ക്രീം, വലഹും മാ യദ്ദഊൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന ഓരോ വസ്തുക്കളുണ്ട്. ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ദുന്യാവിലെ ഏത് പാർക്കാണെങ്കിലും മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് പോകണം. മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോകണം. അവിടെ പറ്റൂല, ഇരുന്നോടത്തിരുന്ന് പറ്റൂലല്ലോ. ഏതായാലും എന്നാലും സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. മലമൂത്ര വിസർജനത്തിന് പുറത്തേക്ക് പോവേണ്ടി വരില്ല. കാരണം മലവും മൂത്രവും ഉണ്ടായിരിക്കില്ല. സ്വർഗാവകാശികൾക്ക് മലമില്ല, സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല, സ്വർഗാവകാശികൾക്ക് മൂക്കിൽ മൂക്കട്ടയില്ല, വായിൽ ഉമിനീരില്ല, ചെവിയിൽ ചെവിക്കായമില്ല, ശരീരത്തിന് വിയർപ്പില്ല, ഒന്നുമില്ല. ഒരു വിയർപ്പുണ്ട്, അത് ഭക്ഷണം കഴിച്ച ഉടനെയാണ് വിയർക്കുക. സ്വർഗത്തിലെ ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ്, രാവിലെയും വൈകുന്നേരവും. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക ഭക്ഷണം 2 നേരമാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് കപ്പ കിട്ടിക്കൊണ്ടിരിക്കും. രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ ഒരാൾക്ക് സാധാരണഗതിയിൽ 1000 മനുഷ്യൻ്റെ ശക്തിയാണ്. അപ്പോൾ 1000 ആളുടെ ഭക്ഷണം കഴിക്കും. ഒരാൾ 1000 ആളുടെ ഭക്ഷണം സാധാരണ നോർമൽ കഴിക്കും. ഒരാൾ രാവിലെ 1000 മനുഷ്യൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വിയർക്കും. വിയർത്ത് കഴിയുമ്പോൾ ആ കഴിച്ച ഭക്ഷണം അവൻ്റെ ആമാശയത്തിൻ്റെ ഭാഗമായി മാറുന്നതാണ്. വിയർക്കുമ്പോൾ ആ വിയർപ്പിൻ്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധമായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കസ്തൂരിയുടെ സുഗന്ധം എത്ര? കസ്തൂരിയുടെ സുഗന്ധം 6000 കിലോമീറ്ററാണ്. കസ്തൂരി എന്ന് പറഞ്ഞാൽ മാനിൻ്റെ കൊമ്പിൽ നിന്ന് പൊട്ടുന്നൊരു സാധനം. മാനിൻ്റെ കൊമ്പ് പൊട്ടുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കറയാണ് കസ്തൂരി. കസ്തൂരി മാൻ കേട്ടിട്ടുണ്ടാവും. ഒരു മാനിൻ്റെ കൊമ്പിൽ കസ്തൂരി പൊട്ടിയാൽ അതിൻ്റെ വാസന 6000 കിലോമീറ്റർ ദൂരത്തേക്ക് കിട്ടും. ദുന്യാവിൽ 6000 കിലോമീറ്റർ ദൂരത്തേക്ക് കിട്ടും. ഏറ്റവും വില കൂടിയ സുഗന്ധം മസ്ക് എന്ന സുഗന്ധമാണ്. കസ്തൂരി അതിൻ്റെ അടുത്ത് കൂടി ഒന്നിങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അതിൽ കസ്തൂരി ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത് കൂടി ഒന്നിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് ആര്? കസ്തൂരി. അതുകൊണ്ടാണ് ഏറ്റവും വില കൂടാൻ കാരണം. അതാണ് കസ്തൂരി 6000 കിലോമീറ്റർ. എന്നാൽ കസ്തൂരിയുടെ സുഗന്ധം എന്നാണെങ്കിൽ 6000 കിലോമീറ്റർ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. കസ്തൂരിയേക്കാൾ സുഗന്ധം എന്ന് പറഞ്ഞാൽ എത്രയാണ്? കണക്കാക്കാൻ പറ്റൂല. അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഉൾനാട്ടുകൾക്ക് ചിലപ്പം പരിപാടിക്ക് പോകുമ്പോഴേ മുതുവല്ലൂർക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് ചോദിച്ചാൽ വയസ്സന്മാരോട് ചോദിച്ചാൽ 2 കിലോമീറ്ററും പിന്നെ കുറച്ചും ഉണ്ട് എന്ന് പറയും. ഈ 2 കിലോമീറ്റർ നമുക്ക് വണ്ടിൻ്റെ മീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ കുറച്ച് യാതൊരു ചിലപ്പോൾ ഹദ് ഉണ്ടാവില്ല അതിന്. അല്ലെങ്കിൽ 2 മൈൽസും പിന്നെ കുണമുണ്ട് എന്ന് പറയും. 2 മൈൽസ് നമുക്ക് മനസ്സിലാക്കും. പിന്നത്തെ ആ കുണ ഉണ്ടല്ലോ യാതൊരു ഐഡിയയും കിട്ടൂല. അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരൻ്റെ കൂലി അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പുകാരൻ്റെ കൂലി
എന്നതുപോലെ സ്വർഗത്തിൽ വിയർപ്പിന്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ സുഗന്ധം എന്നാണ്. കസ്തൂരിയുടെ സുഗന്ധം എന്നാണെങ്കിൽ നമ്മൾ കണക്കൂട്ടിയാ കിട്ടിയെന്നു. കസ്തൂരിയേക്കാൾ സുഗന്ധം എന്നത് കണക്കൂട്ടിയാ കിട്ടൂല. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട്. നമ്മളിൽ എത്ര പേര് നമ്മുടെ ഭാര്യ സ്വർഗത്തിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രശ്നം. താഴെ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. എത്ര സ്ത്രീകൾ ഈ ഭർത്താവ് സ്വർഗത്തിലേക്കുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നതാണ് പ്രശ്നം. ഓളാണെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ വേണ്ട എന്ന് ആലോചിക്കണ്ട. കാരണം ആള് ഓളന്നെയാണ്, പക്ഷെ പല്ലിന് ചെരിവൊന്നും ഉണ്ടാവില്ല. ആള് മൂപ്പരെന്നെ സാലിം വയസ്സ് തന്നെയാണ്, പക്ഷെ ഒരു പല്ല് ചെരിഞ്ഞുകാണ്ടൊന്നും ആവൂല എന്നർത്ഥം. 35 വയസ്സാണ്. 35 വയസ്സാണ്. സ്ത്രീകൾക്ക് 16 വയസ്സാണ്. ഇന്നലെയും 16ആണ്, ഇന്നും 16ആണ്, നാളെയും 16ആണ്, എപ്പോഴും 16ആണ്. പുരുഷന്മാർക്ക് 35 വയസ്സാണ്, എപ്പോഴും 35ആണ്, ഏറൂല കുറയില്ല. സ്വർഗം പടച്ചതിന് ശേഷം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ജിബ്രീൽ ഇങ്ങനെ പോയപ്പോൾ ഒരു പ്രകാശം കണ്ടു എന്നാ, ഒരു ലൈറ്റ്. ഉടനെ സുജൂദ് ചെയ്തു. അള്ളാഹുവിൻ്റെ നൂറാണ് എന്ന് കരുതിയിട്ടാണ് സുജൂദ് ചെയ്തത്. അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ തട്ടി നീക്കിയറിഞ്ഞു. എന്താ പരിപാടി? ഇത് സ്വർഗല്ലേ, ഇവിടെ സുജൂദ് കിടക്കാൻ പോന്നൊക്കെ നീപ്പിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അപ്പോൾ ഞാനൊരു പ്രകാശം കണ്ടില്ല അതോന്ന് ചോദിച്ചു. അത് ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. അത് പറഞ്ഞത് എന്തിനാ വെച്ചാൽ, ദുനിയാവിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീയെ കണ്ട്, ദുനിയാവിൽ നിന്ന് ചെല്ലുന്ന സ്ത്രീയുടെ സൗന്ദര്യം കണ്ട് ഈ ഹൂറിപ്പെണ്ണ് അജബായി നോക്കി നിൽക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ ദുന്യാവെന്ന് ചെല്ലുന്ന പെണ്ണിന്റെ സൗന്ദര്യം എത്രയിക്കാരം? സാധാരണഗതിയിൽ നമുക്കൊക്കെ 21 ദിവസം കൂടുമ്പോൾ സൗന്ദര്യം കൂട്ടിത്തരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകൾ അഴിച്ചു പണിയെടുത്ത് മാറ്റി തരുന്നത് 21 ദിവസം കൂടുമ്പോഴാണ്. എല്ലാ മനുഷ്യൻ്റെയും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും 21 ദിവസം കൂടുമ്പോൾ മാറും. എന്നാൽ സ്വർഗത്തിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആഴ്ചയിൽ ഒരു തവണ മാറുന്നതാണ്. അതായത് ദുനിയാവിൽ 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം മാറുന്ന സമയം കൊണ്ട് സ്വർഗത്തിൽ വെച്ച് 3 പ്രാവശ്യം മാറുന്നതാണ്. സൂഖുൽ ജുമാ എന്നൊരു ചന്ത ഉണ്ട് സ്വർഗത്തിൽ. സൂഖുൽ ജുമാ, വെള്ളിയാഴ്ച ചന്ത. ആ ചന്തക്ക് 2 പ്രത്യേകതയാണുള്ളത്. ഒന്ന്, അവിടെ സ്ത്രീകൾ ആരും ഉണ്ടായിരിക്കില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. 2, ഒന്നും വിൽക്കാനും ഒന്നും വാങ്ങാനും ഇല്ല എന്നൊരു പ്രത്യേകതയും അതിനുണ്ട്. ഒന്നും വിൽക്കാണ്ടാവില്ല, ഒന്നും വാങ്ങാനുണ്ടാവില്ല. സ്ത്രീകളാരും വരില്ല സൂഖുൽ ജുമയിൽ. അപ്പൊ സ്വർഗത്തിലും പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച പോണ പരിപാടി ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച പോകുന്നിടത്തേക്ക് പെണ്ണുങ്ങളാരും ഇല്ലല്ലോ, ഒരു പെരയിലാണ്. സ്വർഗത്തിലായാലും പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച പോവില്ല. എന്തോ ആവട്ടെ, ഏതായാലും ആണുങ്ങളാണ് വെള്ളിയാഴ്ച ചന്തക്ക് പോവുക. ചന്തയിൽ ചെന്നാൽ ഒന്നും വിൽക്കാനുമില്ല, ഒന്നും വാങ്ങാനില്ല. പിന്നെ എന്താ ഉള്ളതിങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ കോളേജ് പഠിച്ചിന്ന് കണ്ട അബ്ദുൽ ഗഫൂർ അല്ല ആ വരുന്നത്, ഓൻ തന്നെയാണ്. ഓൻ്റെ മേത്തൊരു നല്ല ഭംഗിയുള്ള ഒരു കള്ളിക്കുപ്പായം കണ്ടില്ലേ, നല്ല ചൊറുക്കുണ്ട് നിങ്ങൾ തോന്നുമ്പോഴത്തിന് അങ്ങനത്തെ ഒരു കള്ളിക്കുപ്പായം എൻ്റെ മേത്തും. വേറെ ആർക്കേലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടാത്തത് നോക്കാൻ പോവുക. അതാണ് ചന്തയിലെ പരിപാടി. അത് കുപ്പായം മാത്രമല്ല കേട്ടോ. സാധാരണ ഒരാൾക്ക് 1000 പുരുഷന്റെ കഴിവുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ശക്തി ഉണ്ടാവുമെന്ന്. അസ്സലാമു അലൈക്കും എന്നാണ്ട് സത്താറിന്റെ കൈ പിടിച്ച് നോക്കുമ്പോൾ ഇവന് 1000 അല്ലല്ലോ 2000 ഉണ്ട് എന്ന് തോന്നിയാൽ മതി. അപ്പോത്തിന് ഇവനും തോന്നിയവനും 2000. ഇങ്ങനെ ചന്തയെ പോയിട്ട് മൂപ്പര് ഇങ്ങനെ വരും പെരേക്ക്, വാതിലുമ്മ മുട്ടും. റുക്കിയ വന്നിട്ട് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ മൈമൂന വന്നിട്ട് നോക്കിയിട്ട്, നിങ്ങൾ തന്നെ അല്ലേ ഇപ്പം അത് നിങ്ങൾ തന്നെയാണല്ലോ, പിന്നെ എന്താ നിങ്ങൾക്കൊരു മാറ്റം? മൂപ്പര് മാറിയിട്ടുണ്ട്. ആള് മൂപ്പർ തന്നെയാണ്, പക്ഷെ പോയ അത്ര സൗന്ദര്യമല്ല തിരിച്ചു വന്നത്. അപ്പം മൂപ്പര് ഒന്ന് ഔത്തേക്ക് ഇങ്ങനെ നോക്കും, ഇജന്നല്ലേ മറിയുമ്പോൾ അത് ഞാൻ പോകുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ആളാകെ മാറിയിട്ടുണ്ടല്ലോ. ആഴ്ചക്ക് ഹും അവർ വ അസ്വാജുഹും, അവരുടെ ഇണകളും ഇവിടുന്നുള്ളത് തന്നെ ഇതേ സാധനമാണ്. പക്ഷെ ഒരു കുറവും ഉണ്ടാവില്ല, എല്ലാം മിയാണ്.
അതുകൊണ്ട് ഇവിടുന്നുള്ള തന്നെ കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എന്തൊക്കെ കുറവ് അതിൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഒരു 10-30 കൊല്ലേ സഹിക്കണ്ടുള്ളൂ. പിന്നെ കാലാകാലം എല്ലാം ക്ലിയറാക്കി തരും. എന്ത് തന്നെയാണെങ്കിലും മുഴുവൻ ക്ലിയറാക്കിയിട്ട് ഇവിടുത്തെ ആ സംസാരം പോലും ഉണ്ടാവില്ല. വളരെ ആകർഷണീയമായ സംസാരം എല്ലാം മാറ്റിത്തരും അല്ലാഹു തആല. കിട്ടണം എന്ന് ആഗ്രഹിക്കണം. ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു അമലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിക്കാഹിൻ്റെ സദസ്സിൽ ചെന്നാൽ മുക്കുരി ഒരു ഖുത്ബോധമല്ല. എല്ലാ നിക്കാഹിൻ്റെ സദസ്സിലും ചെന്നാൽ നമ്മൾ കേൾക്കും മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അഹറദ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി. മൻ തസവ്വജ ബിംറാത്തിൻ, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ ഫഖദ് അഹറദ സുലുസൈ ദീനിഹി, അവൻ്റെ ദീനിൻ്റെ 2/3 അവൻ പൂർത്തിയാക്കി. ഫൽയത്തഖില്ലാഹ, ഇനി അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. ഫിസ്സുലുസിൽ ബാഖി, ബാക്കിയുള്ള 3/1. വേറെ ഹദീസിൽ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ എന്നുണ്ട്. ഒരാളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയും പൂർത്തിയാക്കി. ഫൽയത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി, ബാക്കിയുള്ള പകുതിയിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്തു കൊള്ളട്ടെ. ദീനിനെ 2 ഭാഗമാക്കിയാലേ ഒരു ഭാഗം തഖ്വ, ഒരു ഭാഗം പെണ്ണെട്ടല്. അങ്ങനെയുള്ള ഹദീസിൽ നിന്ന് കിട്ടണേ. ഒരു ഭാഗം കല്യാണം കഴിക്കുക, ഒരു ഭാഗം തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഹദീസിൽ നിന്ന് കിട്ടും. ശരിക്കും തഖ്വയുടെ കൂടെ നിൽക്കുന്ന അമല് ഈമാനാണ്. ഖുർആൻ കൊണ്ട് അങ്ങനെ വരിക, ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. തഖ്വയുടെ കൂടെ നിൽക്കേണ്ടത് ഈമാനാണ്. ആ ഈമാനിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിക്കാഹിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിക്കാഹ് കൊണ്ട് ഒരു മനുഷ്യന് കൂടേണ്ടത് ഈമാനാണ്. ഉള്ള ഈമാൻ പോകല്ല വേണ്ടത്. നിക്കാഹ് കൊണ്ട് ഈമാൻ കൂടുക വേണ്ടത്, ഉള്ള ഈമാൻ പോവുകയല്ല വേണ്ടത്. ബാക്കിയുള്ളത് തഖ്വ, അത് നോക്കണം. ഈമാൻ കൂട്ടാനാണ് യഥാർത്ഥത്തിൽ നിക്കാഹ്. ഈമാൻ കൂടാനാണ് നിക്കാഹ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള ഒരു അമലായി ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. ഹും, അവർ, വഅസ്വാജുഹും, അവരുടെ ഇണകളും, ഫീ ളിലാലിൻ, മരത്തിന്റെ ചോട്ടില്. എന്താ സ്വർഗത്തിലൊരു മരം? ഒരു ഖത്തം ഒരാൾ തീർത്താൽ അവന് സ്വർഗത്തിൽ ഒരു മരം ഉണ്ടാവുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ഖത്തം എല്ലാ ദിവസവും ഒരു ഖത്തല്ല, റമദാനിക്കൊരു ഖത്തം, അങ്ങനെയല്ല. ജീവിതത്തിൽ ഒരു ഖത്തം. ജീവിതത്തിൽ 60 കൊല്ലം ജീവിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഖത്തം ഒരാൾ തീർത്താൽ, ഒരു ഖത്തം തീർത്താൽ സ്വർഗത്തിൽ അവന് ഒരു മരമുണ്ടായിരിക്കുമെന്ന് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി. എന്താണ് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പ്രത്യേകത? സ്വർഗത്തിലെ ഒരു മരത്തിന്റെ താഴ്ഭാഗത്തിലൂടെ കുതിരപ്പടയാളി തന്റെ കുതിരയെ ഓടിച്ചാൽ 40,000 കൊല്ലം കഴിയുമ്പോഴാണ് ആ മരത്തിന്റെ താഴ്വാരം വിട്ടുകടക്കുക എന്ന് മുഹമ്മദ് നബി. ഒരു കുതിരപ്പടയാളി 40,000 കൊല്ലം കുതിരയെ ഓടിച്ചാലേ ഒരു മരത്തിന്റെ താഴ്ഭാഗം വിട്ടുകിടക്കൂ. അങ്ങനത്തെ ഒരു മരം പോരെ നമുക്ക് സ്വർഗത്തിൽ. 40 ബംഗ്ലാവ് ഉണ്ടാക്കിയാലും സ്ഥലം ബാക്കിയേക്കാരം. അങ്ങനത്തെ മരത്തിന്റെ ചോട്ടിലെ അവരും അവരുടെ ഇണകളും അലൽ അറായിക്കി മുത്തഖിഊൻ, അരീക്കത്തിന്മേൽ ചാരിയിരിക്കുകയാണ്. അലൽ അറായിക്കി എന്ന് പറഞ്ഞ കട്ടില്. തഫ്സീർ ജലാലൈനി ഉൾപ്പെടെയുള്ള എല്ലാ തഫ്സീറുകളും ഈ കട്ടിലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. മണിയറയിലെ കട്ടിൽ പോലെ എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. കട്ടിലുകളിൽ വെച്ച് ഏറ്റവും നല്ല കട്ടില് മണിയറയിലെ കട്ടിലായിരിക്കും. ദുന്യാവിലെ കട്ടില് ഇന്ന് മണിയറയുടെ ഡേറ്റാണ്. നാളെ നേരം വെളുക്കുമ്പോഴത്തിന് മുല്ലപ്പൂ വാടിയിട്ടുണ്ടാവും. ഒരീസാണ് ഇവിടുത്തെ മണിയറയത്തെ കട്ടിൽ, ഒരീസാണ്, ഒറ്റ ദിവസത്തേക്കാണ്. എന്നാൽ സ്വർഗത്തിലെ കട്ടില് ഓരോ സെക്കൻഡിലും അഴിച്ചുപണി നടത്തുന്നതും പുതുതാക്കുന്നതുമാണ്. സ്വർഗത്തിന്റെ മുല്ലപ്പൂ വാടൂല. മുല്ലപ്പൂ വാടാത്തോണ്ട് തന്നെ മോറും വാടൂല. മുല്ലപ്പൂ വാടുമ്പോഴാണ് മോറ് വാടുക. അതുകൊണ്ട് മുല്ലപ്പൂ വാടൂല, അതുകൊണ്ട് മോറും വാടൂല. മുഖം വാടുകയില്ല. എപ്പോഴും അഴിച്ചു പണിയെടുക്കുന്ന പുതിയ മണിയറയിലെ കട്ടിൽ പോലത്തെ ഒരു കട്ടില്.